അവസാനമായി ഒരപേക്ഷ കൂടിയുണ്ട്. എൻ്റെ ശവത്തിൽ സ്നേഹപൂർവം ഒരു റീത്ത് സമർപ്പിക്കാൻ അവളോട് പറയണം. ആ റീത്തിൽ നിറയെ ചെമ്പകപ്പൂക്കളുണ്ടാവണം. കാരണം ഞങ്ങൾ അവസാനമായി പിരിഞ്ഞത് നമ്മുടെ അമ്പലപ്പറമ്പിനടുത്തുള്ള ആ ചെമ്പകച്ചൂട്ടിൽ വച്ചായിരുന്നു. നിർത്തുന്നു. ഹൃദയപൂർവം, പരേതൻ. ചിരിക്കരുത്, ചിരിക്കരുത് ലോകമേ, പ്ലീസ്. എന്നെ പരിഹസിക്കരുത്, പ്ലീസ്. അറിയാം, മരണം ഒന്നിനും ഒരു വിരാമമല്ല. പക്ഷേ ഭൗതികമായ എല്ലാ മാരണങ്ങളുടെയും നിവാരണം മരണം മാത്രമാണ്. അനിവാര്യമായ ഒരു പര്യവസാനം. എനിക്ക് മരിച്ചേ പറ്റുള്ളൂ, മരിച്ചേ പറ്റുള്ളൂ. ബൈ ബൈ കുഞ്ഞനന്ദൻ. വെളിച്ചം വേണ്ട, സുഗമമായ മരണത്തിന് ഇരുട്ടാണ് ഉത്തമം. അയ്യോ, സാർ, 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 കഥയൊക്കെ സാർ, സാർ, കഥയൊക്കെ സാർ, 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 മാനേജർ സാർ. പോരല്ലോ, റെസ്റ്റോറന്റ് ബില്ലിൽ 200 രൂപ ഇനിയും ബാക്കി. അപ്പൊ ടോട്ടൽ എത്രയാ ബില്ല്? റെസ്റ്റോറന്റ് ബില്ല് മാത്രം 2800 രൂപ. അദ്ദേഹം ഒരു ദിവസം മാത്രമല്ല അവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളൂ മിസ്റ്ററെ. അതെ, അതിനെ പക്ഷെ തിന്നതോ ജയിലിൽ നിന്ന് വന്ന പോലെയാ. അയ്യോ. ചിക്കൻ 65, ചിക്കൻ ടിക്ക, ചിക്കൻ നൂഡിൽസ്, ചില്ലി പ്രോൺസ്, ജിഞ്ചർ പ്രോൺസ്, ഗോൾഡൻ പ്രോൺസ്, മട്ടൺ ഡ്രൈ ഫ്രൈ, സ്ലൈഡ് ഫിഷ് വിത്ത് വെജിറ്റബിൾസ്, ചിക്കൻ മഞ്ചൂരി, ചിക്കൻ തണ്ടൂരി, എല്ലാം ചേർത്ത് 2800 രൂപ. വിശന്നപ്പോ കഴിച്ചതാ. ഓഹോ, അപ്പൊ തിന്ന് മരിക്കാനായിരുന്നു പ്ലാൻ. ഇതൊക്കെ തിന്നിട്ട് ചാകാഞ്ഞിട്ടായിരിക്കും വിഷം കൂടെ കഴിച്ചത്. അതും ഏറ്റില്ലല്ലോ പണ്ടാരടങ്ങാൻ. ഒരു സംശയം, നിങ്ങളുടെ ഹോട്ടലിൽ തണ്ടൂരി അടുപ്പുണ്ടോ? ഉണ്ടല്ലോ. ഓ, എങ്കിൽ ആ കിടക്കുന്ന സാധനത്തിന് ഒന്ന് തണ്ടൂരി അടുപ്പിലിട്ട് ചുട്ടു തരുവോ? തണ്ടൂരി കൊലക്കേസിന് വേണമെങ്കിൽ ഞാൻ ജയിലിൽ പോവാം. അത് വേണോ ബാലകൃഷ്ണ? വേണം. എന്തായാലും ഒരു ആശ്വാസമുണ്ട്, ചത്തില്ലല്ലോ. ചത്ത ഞങ്ങളുടെ ഹോട്ടലിനാ ചീത്തപ്പേര്. ജീവിച്ചാ ഞങ്ങൾക്കും. എന്തായി? വന്നല്ലോ പൊന്നാരപ്പങ്ങള്, പേടിക്കണ്ട, സന്തോഷിക്കാൻ മാത്രം ഒന്നും ഇവിടെ സംഭവിച്ചില്ല. പൊന്നാങ്ങളുടെ വായിക്കരിയിടുന്നതിന് മുമ്പ് ആ ബാഗിൽ നിന്ന് ഒരു 200 രൂപ കൊണ്ട് എടുത്ത്. 200 രൂപയോ? അതെ, ഇദ്ദേഹത്തിന്റെ ഹോട്ടലിൽ വെച്ചായിരുന്നു അദ്ദേഹം മരിച്ചത്. വായ്പയും പിരിവും നടത്തി മാക്സിമം ഞങ്ങൾ പിരിച്ചു. ഇനി ഒരു 200 രൂപയുടെ ഉണ്ടെങ്കിലേ ഡെഡ് ബോഡി വിട്ട് കിട്ടും. എങ്കിലല്ലേ ശവടക്കം ചെയ്യാൻ പറ്റുള്ളൂ. കമോണ്ടറെ, അങ്ങനെ ഹോട്ടൽ ബില്ല് ക്ലോസ്. ഇനി ഹോസ്പിറ്റൽ ബില്ല്. ഒരാൺകാല് കാണാൻ വേണ്ടി അവന്റെ അച്ഛൻ ദേവീ ക്ഷേത്രത്തിൽ ഭജന വരുന്ന ഉരുളി കമത്തി ഉണ്ടായ മോന്. അതേ മോൻ തന്നെ ആ ഉരുളി മോഷ്ടിക്കാന്ന് വെച്ചാ ദേവി കോപിക്കാതിരിക്കോ?
അതുകൊണ്ടാ എന്റെ മോൻ ഇങ്ങനെയൊക്കെ തോന്നിയത്. ഞാൻ നിരപരാധി അമ്മേ. വടക്കിലെ ദിനേശനും കൂട്ടരും ചേർന്ന് ഉരുളി മോഷ്ടിക്കണമെന്ന് പറഞ്ഞപ്പോ വേണ്ട, സംസാരിക്കണ്ട. ഇനി ഇപ്പൊ സാക്ഷാൽ ദേവി പ്രത്യക്ഷപ്പെട്ട് നീ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. നാട്ടുകാരുടെ ഇടയിലൊക്കെ ഇപ്പൊ നല്ല മതിപ്പാ. സ്വന്തക്കാര് പരിഹസിക്കുന്ന ഒരുവനെ അന്യർ ആദരിക്കാറില്ലല്ലോ. ഓ, സ്വന്തക്കാർ ആദരിക്കാത്തോണ്ടാ അന്യര് പരിഹസിക്കുന്നത്, അല്ല സ്വന്തം പ്രവൃത്തി ദോഷം കൊണ്ടല്ല. എനിക്ക് 2 പെൺമക്കളാ. അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ഉപകാരം ചെയ്തില്ലെങ്കിലും നാട്ടിൽ ചീത്തപ്പേര് കേൾപ്പിച്ച് ഉപദ്രവിക്കാതിരുന്നാ മതിയായിരുന്നു. ഉള്ളതെല്ലാം മാഞ്ചിയം തേക്കുകാർ കൊണ്ടുപോയിട്ടും സഹിച്ചു നിൽക്കുന്നവരാണ് ഞാൻ. ദൈവം എന്നെ പരീക്ഷിച്ചിട്ടേ ഉള്ളൂ. വൈകി കല്യാണം കഴിച്ചു. ആ കച്ചവടത്തിൽ കിട്ടിയതോ 2 ഇരട്ട പെമ്പിള്ളേര്. ഉള്ളതെല്ലാം വിറ്റ് പെറുക്കി അവറ്റകളുടെ പേരിൽ അങ്ങോട്ട് നിക്ഷേപിച്ചു. ഒന്നിന്റെ പേരിൽ 15 മാഞ്ചിയം, മറ്റേന്റെ പേരിൽ 15 തേക്ക്. പത്രത്തിൽ പരസ്യം കണ്ടപ്പോ മക്കള് മരമായി വളരട്ടെ എന്ന് ഞാനും മോഷിച്ചു. വെള്ളവും വളവും ചോദിക്കാതെ 300 എസ്റ്റേറ്റുകൾ വിലസുന്ന എന്റെ മാഞ്ചിയം തേക്കിൻ മക്കളെ ഞാനും എന്റെ മനസ്സിൽ വളർത്തി. ഒടുവിൽ മോഹിപ്പിച്ചവർ തന്നെ അത് വേരോടെ പിഴുത് മുങ്ങിയെന്ന് കേട്ടിട്ടും നീച്ചയോടെ ജീവിക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ. എന്നെ ആരാച്ചനാക്കരുത്. ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ എന്റെ കുട്ടി. നിങ്ങളുടെ മരം പോയതിന് എവനോട് ദേഷ്യപ്പെടുന്നേ? ഓ, യോഗമില്ലാത്ത വിത്തുകളായി പോയല്ലോ എന്റെ ഇരട്ട മക്കള്. എന്തിനാ കുട്ടികളെ പറയണേ? അവനവന്റെ ബുദ്ധിമോശം കൊണ്ടല്ലേ ഒക്കെ സംഭവിച്ചത്. അതേടി, എന്റെ ബുദ്ധിമോശം കൊണ്ട് തന്നെയാ. അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെ കെട്ടിയത്. ഓ, കൊറേ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങള്? മിണ്ടാൻ ഇടം കൊടുത്ത തൊണ്ടേ കയറും. അതാ സ്വഭാവം. അത്ര ഉണ്ടോ നിങ്ങള്? ഇല്ല. കുളിച്ചോ? ഇല്ലടോ. എന്നാ പോയത് കുളിക്ക് മനുഷ്യ. ഇപ്പൊ കുളിക്കാം. പിന്നെ അച്ചുട്ടി, അത്താഴം ഉണ്ടിട്ട് പോയാൽ മതി കേട്ടാ. അല്ല, ഞാൻ പോവാ. എന്നാ പോയിക്കോ. അതാ നല്ലത്. ഇനിയിപ്പൊ അത്താഴം കൊണ്ടിട്ട് പോയാ മതി മോനെ. ഇപ്പൊ വേണ്ടമ്മേ, അത്താഴം വിളമ്പി ചേച്ചി കാത്തിരിക്കുന്നുണ്ടാവും. We heat and light our home and cook our food. ഒന്നാമന്റെ താണ്ഡവം കഴിഞ്ഞു. എവിടെ അടുത്ത അവതാരം? വരാനാവുന്നേ ഉള്ളൂ. മനസ്സ് വേർത്തിട്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. കുറച്ച് സമാധാനെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ. എനിക്ക് പേടിയാവുന്നു. ഇനിയിപ്പോ ബാലേട്ടൻ കുടിച്ചിട്ടാവും വരികയെന്ന് തോന്നുന്നു. എങ്കിൽ ധാരാളമായി. പഴയ പാരമ്പര്യം പ്രതികാരം ഒക്കെ കേൾക്കാം. ഹലോ, ആളിങ് എത്തിയല്ലോ. ഹലോ കൂട്ടുകാരാ, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ പോയില്ലേ? ഓ, വീഴല്ലേ? താങ്ക് യു. ഓ, തമ്പിരാട്ടി. തമ്പിരാട്ടി ഇനിയും ശയിച്ചില്ല. ഓടാൻ വയ്യാത്തോൻ ചാടാൻ പോകരുത്. പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടെ പ്രേമിക്കണം. ചാവണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടെ ചാവണം. അല്ലാതെ ഒരുമാതിരി നാട്ടുകാരെയും വീട്ടുകാരെയും മെനക്കെടുത്തരുത്. ഇനി ഇപ്പൊ പ്രശ്നമൊന്നും വേണ്ട. ബാലേട്ടൻ പോയി കിടന്നുറങ്ങ്. അങ്ങനെ എളുപ്പം തന്നെ ഉറക്കണ്ട. അറിയോ, ഈ ചന്ദ്രോത്ത് തറവാട്ടില് ഒന്നിനും കൊള്ളരുതാത്തവനായിരുന്നു ഈ ബാലകൃഷ്ണൻ. മതി, കുളിച്ചു വന്ന് അത്താരം ഉണ്ടോ നോക്ക്. ഓ, കുളിപ്പിക്കല്ലേ, എന്നെ കുളിപ്പിക്കല്ലേ. ആരാടി നീ? തലയ്ക്ക് വെളിവില്ലാതായോ? ഞാൻ നിങ്ങളുടെ ഭാര്യ. ഓ, മൈ മിസ്സിസ് ഭാഗ്യലക്ഷ്മി. അറിയില്ലേ, ചന്ദ്രോത്ത് അനന്തൻ നായരുടെ 3ാമത്തെ പുത്രി. എന്നെ ഭർത്താവായി അംഗീകരിക്കാൻ നിനക്ക് പുണ്യം തോന്നുന്നില്ലേ? എന്തൊക്കെയാ പറയണേ? ഇല്ലടി, ഒന്നും ഞാൻ മറന്നിട്ടില്ല. മുറപ്രകാരം ഈ മുറച്ചെറുക്കന് പെണ്ണ് ചോദിച്ചു വന്നപ്പോ എന്റെ അമ്മയെ നിന്റെ അച്ഛൻ ആട്ടിയിറക്കി. ഒടുവിൽ ചട്ടുകാലി പെണ്ണിനെ ആരും കെട്ടാനില്ലാതായപ്പോ എന്റെ തലയിലോട്ടങ്ങ് കെട്ടിവെച്ചു. ഇല്ല, ഒന്നും ഞാൻ മറന്നിട്ടില്ല. ബാലേട്ടാ മതി, ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. എനിക്ക് തോന്നുമ്പം പറയും, തോന്നുമ്പം കരയും, തോന്നുമ്പം ചിരിക്കും. എന്നെ ഉപദേശിക്കാൻ ആരും മറന്നിട്ടില്ല. മനസ്സിലായ? മനസ്സിലായ? ആരും മറന്നിട്ടില്ല. അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോ വളരാനാ? ദേ, എങ്ങോട്ടാ? ഒന്ന് മുറ്റം വരെ. എന്തിന്? കള്ളു കുടിച്ചവന്റെ കോമാളിത്തം കേൾക്കാനോ? എന്നാ പിന്നെ ഇവിടെ നിൽക്കല്ലേ. ശ്ശോ, ഓ, ഇനി തുടങ്ങി. സങ്കടമുണ്ട് അച്ചൂട്ടി, സങ്കടമുണ്ട്. ഒന്നും മറക്കാൻ പറ്റണില്ല. കണ്ടോ ആ കസേര? അതിലായിരുന്നു അന്ന് ചന്ദ്രോത്ത് അനന്തൻ നായർ ഇരുന്നിരുന്നത്. ദേ ഇവിടെ അല്ലടി ഇവൾ നിന്നിരുന്നത്, എന്റെ മുറപ്പെണ്ണ്. ദേ ആ തൂണിന് മറവിൽ ഞാനും എന്റെ അമ്മയും. ആ വാതിലിനപ്പുറത്ത്
അമ്മായി തമ്പുരാട്ടിയും പരിവാരങ്ങളും മറഞ്ഞു നിന്നു. അതെ, ഞാൻ ഓർക്കുന്നു. അന്നൊരു ചിങ്ങമാസം 1-ാം തീയതിയായിരുന്നു. അമ്മയും ഞാനും മുറപ്രകാരം പെണ്ണ് ചോദിച്ചു വന്നു. വളരെ പ്രതീക്ഷയോടെയായിരുന്നു. എല്ലാം ഒരുക്കി ഞങ്ങൾ വന്നു. സമ്മതിച്ച ചിങ്ങം 18-ന് തന്നെ കല്യാണം. പക്ഷെ പെണ്ണ് ചോദിച്ചതും എന്റെ അമ്മയുടെ മുഖത്തിട്ട് അനന്തൻ നായർ ഫാ എന്നൊരാട്ട്. എന്താ പേടിച്ചു പോയ? അല്ല, പെട്ടെന്ന് ആട്ടിയപ്പോ പിന്നെ പറഞ്ഞിട്ടാട്ടാൻ പറ്റുമോ? ഇല്ല, തീർന്നില്ല. എനിക്ക് പെണ്ണ് തന്നാൽ ഈ തറവാടിന്റെ പടി കയറില്ല എന്ന് ആ മൂശേട്ട കഷണ്ടി മാസ്റ്ററുടെ ഒരു പ്രഖ്യാപനം. ആ ഥാ, നാറി പടിയടച്ചു പിണ്ടം വെച്ചാലും പടി വിട്ടിറങ്ങില്ല ആ കോന്തം ആയിരുന്നു. എനിക്കല്ലേ അറിയൂ. നിക്കവിടെ. അയാള് കൈ വിടുക. ഇല്ലുമാ- മാറുക.